സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കാൻ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, എങ്ങനെയാണ് സർക്കാർ ഈ സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകുന്നത്? എന്തൊക്കെയാണ് കലക്ടർമാർക്ക് അടക്കം നൽകിയ നിർദ്ദേശം? മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്? എങ്ങനെയൊക്കെയാണ് സംസ്ഥാന തലത്തിലുള്ള ഏകോപനങ്ങൾ? സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ സാഹചര്യം വിലയിരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. കലക്ടർമാർക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർക്കും കൃത്യമായി ഇടപെടൽ നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകുകയാണ്. സനിസ, കേൾക്കാമെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? എങ്ങനെയാണ് ഏകോപനം? മന്ത്രിമാരായും ജില്ലാ കളക്ടർമാരായും ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വിലയിരുത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് CP ജോണും, പത്തനംതിട്ടയിൽ PC വിശ്വനാഥും, കോട്ടയത്ത് മോൻസ് ജോസഫും, ഇടുക്കിയിൽ അനൂപ് ജേക്കബും ക്യാമ്പ് ചെയ്യും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രിക്കായിരിക്കും. മഴക്കെടുതി രൂക്ഷമായ മേഖലയിലെ MLA-മാരുമായിട്ട് മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം കളക്ടർമാർക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 പേരെ കാണാതായ തിരുവനന്തപുരം മുതലപ്പുഴയിൽ കോസ്റ്റ് ഗാർഡിന്റെ വെസൽ ഉൾക്കടലിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘവും സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, മഴക്കെടുതി രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടൽ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്നും നാളെയും പോകാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പും അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലും സംസ്ഥാനം ഈ മഴക്കെടുതിയെ പ്രതിരോധിക്കാൻ വേണ്ടി സജ്ജമായിരിക്കുന്നു എന്ന് പറയാം. അരുണ്യ. ശരി സനിസ, ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.